ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫൗണ്ടേഷൻ ഫോർ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ് എന്ന പേപ്പറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോറിലേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡായുള്ള സ്പിയർമാൻ റാങ്ക് കോറിലേഷനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് റാങ്ക്ഡ് വേരിയബിൾസിൻ്റെ കോറിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണെന്ത് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു മെഷർ ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു റാങ്ക്ഡ് വേരിയബിൾസ്. രണ്ട് റാങ്ക്ഡ് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോറിലേഷൻ്റെ മെത്തേഡാണെന്ത് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. അപ്പോൾ റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ആര് സ്പിയർമാൻ. അതുകൊണ്ടാണ് ഈ ഒരു കോറിലേഷൻ എന്ത് വന്നത് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വേഷനാണ്. റാങ്ക് കോറിലേഷൻ്റെ ഇക്വേഷനാണ് P = 1 - 6 സിഗ്മ d² ഡിവൈഡ് ബൈ n³ - n ആണ് സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ കാണാനുള്ള ഫോർമുല. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷനാണ്, d എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്കാണ്, രണ്ട് റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സ്മാൾ എന്നും നമുക്ക് എടുക്കാം, ലാർജ് എന്നും നമുക്ക് എടുക്കാം. ഇവിടെ ഈ n³ - n ഉണ്ടല്ലോ, അതിന് പകരം വേണമെങ്കിൽ n × n² - 1 ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ പല ബുക്കുകളിലൊക്കെ ഈ ഒരു ഇക്വേഷൻ കണ്ടിരിക്കും n × n² - 1. അപ്പോൾ ഒന്നില്ലെങ്കിൽ n³ - n അല്ലെങ്കിൽ n × n² - 1 രണ്ട് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് റാങ്ക് കോറിലേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ പോവർട്ടി ആൻഡ് ഓവർ ക്രൗഡിങ് ഫ്രം ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ. താഴെ നൽകിയുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് റാങ്ക് കോറിലേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നൽകിയിട്ടുള്ളത് പോവർട്ടി നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ്ങും. അപ്പോൾ 10 ടൗണുകൾ നൽകിയിട്ടുണ്ട്, ABCD ഉള്ള 10 ടൗണുകൾ നൽകിയിട്ടുണ്ട്. ആ 10 ടൗണുകളുടെയും പോവർട്ടി നൽകിയിട്ടുണ്ട്, ഓവർ ക്രൗഡിങ്ങും നൽകിയിട്ടുണ്ട്. ഈ റാങ്ക് കോറിലേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 രീതിയിലുള്ള ചോദ്യങ്ങളാണ് റാങ്ക് കോറിലേഷനിൽ വരിക. അതിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ റാങ്കുകൾ നമുക്ക് നൽകും. റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അല്ലേ. റാങ്കിൻ്റെ ഡിഫറൻസ് കാണുക, d² കണ്ട ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ദെൻ ഇതുപോലെ ഇപ്പോൾ ഈ നൽകിയ ചോദ്യം പോലെ ഡാറ്റകൾ നൽകും. ആ ഡാറ്റയ്ക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം റാങ്ക് നൽകണം, എന്നിട്ട് റാങ്കിൻ്റെ ഡിഫറൻസ് കാണണം, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കാണണം. ഇനി മൂന്നാമത്തെ രീതി പറഞ്ഞാൽ ഈ തന്ന ഡാറ്റേഴ്സ് നമ്പർ റിപ്പീറ്റ് വരും. ഈ റിപ്പീറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് റാങ്ക് നൽകാൻ പറ്റില്ല. അങ്ങനെ 3 രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവിടുന്ന് വരിക. ഒന്ന് റാങ്ക് തരും, മറ്റൊന്ന് ഡാറ്റ തരും, അതിലെന്തുണ്ടായിരിക്കില്ല റിപ്പീറ്റ് ഉണ്ടായിരിക്കില്ല. മൂന്നാമത്തത് ഡാറ്റയിൽ എന്ത് ചെയ്യും റിപ്പീറ്റ് നമ്പേഴ്സ് വരും. അപ്പോൾ ഈ 3 രീതിയിലുള്ള പ്രോബ്ലംസും നിങ്ങൾ ഇവിടുന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ 2 രീതിയിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുള്ളൂ. ഒന്ന് നമ്മൾ ഇതിൽ തന്നെ പറയും റാങ്ക് നൽകിയാൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം റാങ്ക് കൊടുക്കണം അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കാം. ഫസ്റ്റ് കോളം ടൗൺ, സെക്കൻഡ് കോളം പോവർട്ടി, തേർഡ് കോളം ഓവർ ക്രൗഡിങ്. ഇനി നമ്മൾ ആദ്യം പോവർട്ടിക്ക് റാങ്ക് നൽകണം. പോവർട്ടിയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ 17 ആണ്. ആ 17 1ാം റാങ്ക് നൽകി, ഓക്കെ അല്ലോ. ദെൻ പിന്നീട് വലിയ സംഖ്യ 16 ആണ്, അതിന് 2ാം റാങ്ക് നൽകി. ദെൻ അതിനുശേഷം 15 ആണ്, അതിന് 3ാം റാങ്ക് നൽകി. ദെൻ 15 കഴിഞ്ഞാൽ പിന്നീട് 14 ആണ് വലിയ സംഖ്യ, അത് 4ാം റാങ്ക് നൽകി. അതിനുശേഷം വരുന്ന വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 13 ആണ്, അതിന് 5ാം റാങ്ക് നൽകി.
ദെൻ 6ാം റാങ്ക് വരുന്നത് ഇവിടെ പിന്നീട് വരുന്നത് 12 12. അതിന് 6ാം റാങ്ക് നൽകി. ദെൻ 11ന് 7ാം റാങ്ക് നൽകി. ദെൻ 8ാം റാങ്ക് 9 നൽകി. അതുപോലെ തന്നെ 7ന് 9ാം റാങ്കും 6ന് 10ാം റാങ്കും നൽകി. അപ്പോൾ റാങ്ക് നൽകുന്നത് കൃത്യമായിട്ട് നോക്കുക, ഓരോ ഡാറ്റകളും നോക്കുക. ആ ഡാറ്റയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റാങ്ക് നൽകുക. ഏറ്റവും വലിയ സംഖ്യക്ക് 1ാം റാങ്ക്, ദെൻ അതിൽ ചെറുതിന് 2. ഓക്കെ അല്ലോ, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഏരിയയാണ് റാങ്ക് കോറിലേഷൻ. ആദ്യം നൽകുന്നത് റാങ്ക് നൽകുക. അപ്പോൾ R1 നൽകി. ഇനി R2 അല്ലേ, ഓവർ ക്രൗഡിങ്ങിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ചോദ്യം കൃത്യമായി നോക്കുക. 46 ആണ് ഏറ്റവും വലിയ സംഖ്യ, അതിന് 1ാം റാങ്ക് നൽകി. ദെൻ പിന്നീട് വരുന്നത് 36 ആണ്, അതിന് 2ാം റാങ്ക് നൽകി. ദെൻ 35ന് 3ാം റാങ്ക് നൽകി. അങ്ങനെ നമ്മൾ 10 റാങ്കും കൊടുക്കാം. ഓക്കെ അല്ലോ. അപ്പോൾ R1 കിട്ടി, R2 കിട്ടി. നെക്സ്റ്റ് കോളം D ആണ്. D കൊണ്ട് അർത്ഥമാക്കുന്നത് റാങ്ക് ഡിഫറൻസ് ആണ്. ഇവിടെ 2 റാങ്കാണുള്ളത്, ഒന്ന് R1ഉം ഒന്ന് R2. ഈ 2 റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ത് D. ടൗൺ എൻ്റെ കേസ് നോക്കുമ്പോൾ R1 1ഉം R2 2ഉം ആണ്. അവിടെ വരുന്ന ഡിഫറൻസ് 1 ആണ്. അപ്പോൾ D = 1 ആണ്. ദെൻ ടൗൺ ബീൻ്റെ കേസിൽ R1 5ഉം R2 1ഉം ആണ്. റാങ്ക് ഡിഫറൻസ് വരുന്നത് 4 ആണ്. ദെൻ ടൗൺ സീൻ്റെ കേസിൽ R1ഉം 3 ആണ്, R2ഉം 3 ആണ്. അവിടെ റാങ്ക് ഡിഫറൻസ് 0 ആണ്. അവിടെ എന്തില്ല, 2 റാങ്കും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ദെൻ ഡീൻ്റെ കേസിൽ 2 5 ആണ്, റാങ്ക് ഡിഫറൻസ് 3 ആണ്. ദെൻ ഈൻ്റെ കേസിൽ 10 8 ആണ്, റാങ്ക് ഡിഫറൻസ് 2 ആണ്. എഫിൻ്റെ കേസിൽ 2ലും 7 ആണ്, റാങ്ക് ഡിഫറൻസ് 0 ആണ്. ജീൻ്റെ കേസിലും റാങ്ക് ഡിഫറൻസ് 0 ആണ്, 2ൽ വരുന്നത് 4 ആണ്. അങ്ങനെ ഓരോന്നിൻ്റെയും റാങ്ക് ഡിഫറൻസ് കാണാം. അപ്പോൾ D എന്ന് പറയുന്നതാണ് റാങ്ക് ഡിഫറൻസ്. 2 റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണിത് D. ഇനി നെക്സ്റ്റ് കോളം D² ആണ്. ഇവിടെ 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്, 4ൻ്റെ സ്ക്വയർ 16, 0ൻ്റെ സ്ക്വയർ 0, 3ൻ്റെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4, ദെൻ 0 ആണ്, എഗെയിൻ 0 ആണ്, ദെൻ 2ൻ്റെ സ്ക്വയർ 4, ദെൻ 1 ആണ്, 1ൻ്റെ സ്ക്വയർ 1, 3ൻ്റെ സ്ക്വയർ 9. അങ്ങനെ D² ടോട്ടൽ കാണാം 44 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യമാണ് റാങ്ക് കോറിലേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് ശേഷം മാത്രം നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കോളം കൃത്യമായിട്ട് വരയ്ക്കാൻ മനസ്സിലാക്കാം. അപ്പോൾ റാങ്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, റാങ്ക് ഡിഫറൻസ് നോക്കിയാൽ മതി. ദെൻ D² കാണാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഡാറ്റകളാണ് നൽകിയുള്ളത്. ഇനി റാങ്കാണ് നൽകിയുള്ളത് എങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ റാങ്ക് ഉണ്ടായിരിക്കും, അതിനുശേഷം D കാണുക, D² ആണ്, അത്ര മാത്രം മതി. നമുക്ക് റാങ്ക് കോറിലേഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. റാങ്ക് കോറിലേഷൻ്റെ ഇക്വേഷന് 1 - 6 സിഗ്മ D² ഡിവൈഡ് ബൈ n³ മൈനസ് n. അതിൽ സിഗ്മ D² എത്രയാണ്, 44 ആണ്. n എത്രയാണ്, 10 ആണ് അല്ലേ. മൊത്തം 10 ടൗൺ ആണുള്ളത്, n 10 ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 1 - 6 അല്ലേ ഇൻറ്റു 44 ഡിവൈഡ് ബൈ 10³ മൈനസ് 10. അത് സോൾവ് ചെയ്യുമ്പോൾ 1 - 264 ഡിവൈഡ് ബൈ 990 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 0.2667 എന്ന് കിട്ടും. ഫൈനൽ ആൻസർ 0.7333 എന്നുള്ള ആൻസർ കിട്ടും. അവിടെ കോറിലേഷൻ എന്താണ്, പ്ലസ് ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പോൾ വളരെ എളുപ്പമാണ് റാങ്ക് കോറിലേഷൻ സോൾവ് ചെയ്യാൻ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേബിൾ മേക്ക് ചെയ്യുക, എന്നിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ആദ്യം റാങ്ക് ഇടുക, അതിനുശേഷം D കാണുക, D² കാണുക, D² ടോട്ടൽ കാണുക, എന്നിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് വെൻ ഈക്വൽ റാങ്ക് ഓട്ടായി. നമ്മൾ റാങ്ക് കോറിലേഷൻ സോൾവ് ചെയ്യുമ്പോൾ
റാങ്കുകൾ നൽകുമ്പോൾ ഒരു സംഖ്യ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ റാങ്ക് നൽകും? ഇതുവഴി നമ്മൾ റാങ്ക് നൽകുന്നത് ഏറ്റവും വലിയ സംഖ്യക്ക് 1-ാം റാങ്ക് നൽകും. അതിന് തൊട്ട് താഴേന് 2-ാം റാങ്ക്, ദെൻ 3, 4 അങ്ങനെ ആയിരുന്നു. ഇവിടെ പറയുന്നത് ഒരു സംഖ്യ ഇരുന്നു ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ റാങ്ക് നൽകും? സപ്പോസ് 3 കുട്ടികൾക്ക്, ഒരു ക്ലാസ്സിലെ 3 കുട്ടികൾക്ക് 50 കിട്ടിയ മാർക്ക് ഒരു കുട്ടിക്ക് 50 തന്നെ കിട്ടി. മറ്റു 2 കുട്ടികൾക്കും 45 ആണ്. 3 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്. ഫസ്റ്റ് കുട്ടിക്ക് 50 കിട്ടി, രണ്ടാമത്തെ കുട്ടിക്ക് 45, മൂന്നാമത്തെ കുട്ടിക്കും 45. ഇത് നമ്മൾ എങ്ങനെ റാങ്ക് ചെയ്യും അല്ലേ? ഫസ്റ്റ് റാങ്ക് 50 കുട്ടിക്ക് കൊടുക്കാം, യാതൊരു കൺഫ്യൂഷനും അതിലില്ല. ഏറ്റവും വലിയ സംഖ്യ എന്താണ്? 50 ആണ്. പിന്നീട് വരുന്നത് 2-ാം റാങ്ക് ആർക്ക് നൽകും? അവിടെ കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാം, ഇവർക്ക് 2-ാം റാങ്ക് വരാം, 3-ാം റാങ്ക് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 + 3 ആഡ് ചെയ്യും ബൈ 2. അപ്പോൾ 5/2 2.5 എന്ന് കിട്ടും. ഈ 2.45-നും നമ്മൾ എന്ത് ചെയ്യും? 2.5 എന്നുള്ള റാങ്ക് നൽകും. ഇങ്ങനെയാണ് റിപ്പീറ്റഡ് റാങ്ക് വന്നു കഴിഞ്ഞാൽ റാങ്ക് കോറിലേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ റാങ്കുകൾ നൽകാം. അപ്പോൾ ഇവിടെ ഇക്വേഷനിൽ, നമ്മൾ റാങ്ക് കോറിലേഷൻ്റെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. ഇത് നമ്മൾ കറക്ഷൻ എന്ന് പറയാം. നമ്മൾ റിപ്പീറ്റഡ് റാങ്ക് വരുമ്പോൾ ചെറിയൊരു മാറ്റം വരും, അതിനെന്താ പറയുക? കറക്ഷൻ എന്ന് പറയാം. നിലവിൽ റാങ്ക് കോറിലേഷൻ്റെ ഇക്വേഷൻ ആയിരുന്നു 1 - 6 സിഗ്മ d² / n³ - n. ആ ഇക്വേഷനിൽ യാതൊരു മാറ്റമല്ല. അതിന് പുറമെ അല്ലേ എന്തും കൂടി വരും? 1/12 ഇൻറ്റു m³ - m. അത് ഒന്നാമത്തേനാണ്. ദെൻ വീണ്ടും അതിനെ റിപ്പീറ്റ്, എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നു അതുവരെ ആ ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലോ? അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് മാറ്റം വന്നത്. 1/12 m³ - m. m എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഒരു സംഖ്യ 2 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ m 2 ആണ്. ഒരു സംഖ്യ 3 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ m 3 ആണ്. ഒരു സംഖ്യ 4 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ m 4 ആണ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ഒബ്റ്റെയിൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഫോർ ദി ഡാറ്റ. താഴെ നൽകിയ ഡാറ്റ വെച്ചിട്ട് റാങ്ക് കോറിലേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എക്സ് വൈ നൽകിയിട്ടുണ്ട്. എക്സിൽ വരുന്നത് 68, 64, 75, 50, 64, 80, 75, 40, 55, 64. ഇതിൽ 75 എന്ന് പറഞ്ഞ സംഖ്യ 2 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 64 എന്ന് പറഞ്ഞ സംഖ്യ 3 വട്ടം റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ വൈൻ്റെ കേസ് നോക്കുമ്പോൾ 62, 58, 68, 45, 81, 60, 68, 48, 50, 70 അല്ലെ. 68 എന്ന് പറഞ്ഞ സംഖ്യ 2 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാങ്ക് കോറിലേഷൻ്റെ പ്രോബ്ലമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അല്ല, ടേബിൾ വരക്കണം. അപ്പോൾ ടേബിൾ എങ്ങനെ വരക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. വളരെ എളുപ്പമാണ്. ആദ്യം ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഫസ്റ്റ് കോളം എക്സ്, ചോദിച്ചു തന്ന അതേ മാർക്ക് എക്സ് കോളത്തിലുള്ള ഓരോ ഡാറ്റയും റെക്കോർഡ് ചെയ്യാം. സെക്കൻഡ് കോളം വൈ, ചോദിച്ചു തന്ന വൈയിലുള്ള എല്ലാ ഡാറ്റകളും അവിടെ റെക്കോർഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കോളാണ് R1. എക്സിൻ്റെ റാങ്ക് ആണ് R1. R2 വൈൻ്റെ റാങ്ക് ആണ് R2. ദെൻ നെക്സ്റ്റ് കോളം ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ റാങ്ക് ഡിഫറൻസ് ആണ്. R1 - R2 ആണ് ഡി. ദെൻ d², ഡീൻ്റെ സ്ക്വയർ. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് എഴുതി അല്ലേ. ദെൻ വൈയും എഴുതി. എക്സിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 80 ആണ്. 80-ന് 1-ാം റാങ്ക് കൊടുത്തു. 80-ന് 1-ാം റാങ്ക് നൽകി. അതിനുശേഷം വരുന്ന വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 75 ആണ്. 75 2 വട്ടം ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? 2 എന്ന് പറയുന്ന റാങ്ക് നൽകാൻ കഴിയില്ല അല്ലേ. ഏതൊക്കെ റാങ്ക് വരാം? 2 വരാം, 3 വരാം. അപ്പം എന്ത് ചെയ്യും? 2 + 3 ആഡ് ചെയ്യും. 5 കിട്ടും. 2 ആയതുകൊണ്ട് /2. 2 അല്ലേ വരുന്നുള്ളൂ, റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ /2 ചെയ്താൽ 2.5. അപ്പോൾ 2/75 നമ്മൾ എന്ത് ചെയ്തു? 2.5 എന്നുള്ള റാങ്ക് നൽകി. അപ്പോൾ 1-ാം റാങ്ക് കഴിഞ്ഞു, 2-ാം റാങ്ക് കഴിഞ്ഞു, 3-ാം റാങ്കും കഴിഞ്ഞു. ഇനി 4-ാം റാങ്കാണ്.
നെക്സ്റ്റ് വരുന്ന വലിയ സംഖ്യ ഏതാണ്? 68 ഈ 68ന് 4ാം റാങ്ക് നൽകി. ദെൻ അടുത്ത് വരുന്നത് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 64 അത് 3 തവണ വരുന്നുണ്ട്. അപ്പോൾ 4 റാങ്ക് വരെ കഴിഞ്ഞു. ഇനി വരുന്ന 3 റാങ്കുകൾ എന്ന് പറഞ്ഞാൽ 5, 6, 7 അപ്പോൾ 5 + 6 + 7 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 11, 18 എന്ന് കിട്ടും. ആ 18നെ 3 അടിക്കുക. 3 എന്നുണ്ടല്ലോ അല്ലേ, 3 റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് 3 അടിക്കുക. അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ 3 64നും എന്ത് നൽകുക? 6 എന്ന് പറഞ്ഞ റാങ്ക് നൽകുക. എന്താ ചെയ്തത് അല്ലേ? 5 + 6 + 7 കൂട്ടി, എന്നിട്ട് എന്ത് ചെയ്തു? 3 ഹരിച്ചു. അപ്പോൾ 18/3 എന്ന് പറഞ്ഞാൽ 6 എന്ന് കിട്ടും. ആ 6 നമ്മൾ 3 64നും നൽകി. അപ്പോൾ 7 റാങ്ക് വരെ കഴിഞ്ഞു. ഇനി 8ാം റാങ്കേ വരാൻ പറ്റുള്ളൂ. ആ 8ാം റാങ്ക് പിന്നീട് വരുന്ന വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 55 55ന് 8ാം റാങ്ക് നൽകി. അതിനുശേഷം വരുന്ന വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 50 50ന് 9ാം റാങ്ക് നൽകി. പിന്നെ അതിനുശേഷം വരുന്ന സംഖ്യന് 40 അതിന് 10ാം റാങ്കും നൽകി. ഇങ്ങനെയാണ് റാങ്ക് നൽകേണ്ടത്. ഇതേമാർക്ക് വൈക്കും റാങ്ക് നൽകാം. വൈയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? വൈൻ്റെ കേസിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അല്ലേ 81 ആ 81ന് 1ാം റാങ്ക് നൽകി. ദെൻ അതിനുശേഷം വരുന്ന വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 70 അതിന് 2ാം റാങ്ക് നൽകി. ദെൻ പിന്നീട് വരുന്നത് 70 കഴിഞ്ഞാൽ 68 2 തവണ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ റാങ്ക് വരാം? 3 വരാം, 4 വരാം. 3 4 7 എന്ന് കിട്ടും. 7/2 ചെയ്യാം. 7/2 ചെയ്ത് കഴിഞ്ഞാൽ 3.5 കിട്ടും. അപ്പോൾ 2 68നും 3.5 എന്നുള്ള റാങ്ക് നൽകുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അപ്പോൾ ഏതൊക്കെ റാങ്ക് കഴിഞ്ഞു അല്ലേ? 4 വരെയുള്ള റാങ്ക് കഴിഞ്ഞു. ഇനി 5ാം റാങ്കാണ്. 5ാം റാങ്ക് 62ന് നൽകി. ദെൻ 6ാം റാങ്ക് 60ന് നൽകി. അതിനുശേഷം 7ാം റാങ്ക് 58ന് നൽകി. അതിനുശേഷം വരുന്ന ചെറിയ സംഖ്യയാണ് എന്ത്? 50 അതിന് 8ാം റാങ്ക് നൽകി. 48ന് 9ാം റാങ്ക് നൽകി. 10ാം റാങ്ക് 45 നൽകി. ഇങ്ങനെയാണ് റാങ്കുകൾ നൽകുക. ഇനി അടുത്ത കോളം ഡി ആണ്. റാങ്ക് ഡിഫറൻസ് ആണ് അല്ലേ? R1 - R2. 5ന്ന് 4 പോയി കഴിഞ്ഞാൽ ബാക്കി 1, 6ന്ന് 7 പോയി കഴിഞ്ഞാൽ ബാക്കി 1. ഇവിടെ 2.5ഉം 3.5ഉം 1 കിട്ടും. 9ന്ന് 10ൻ്റെ ഡിഫറൻസ് 1, 6ന്ന് 1 പോയി കഴിഞ്ഞാൽ ബാക്കി 5, 1ന്ന് 6 പോയി കഴിഞ്ഞാൽ ബാക്കി 5. ആ റാങ്കിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. ദെൻ 2.5ന്ന് 3.5 പോയി കഴിഞ്ഞാൽ ബാക്കി 1. ദെൻ 10ന്ന് 9 പോയി കഴിഞ്ഞാൽ ബാക്കി 1. 8ന്ന് 8 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തില്ല, റാങ്ക് ഡിഫറൻസ് ഇല്ല, 0. ദെൻ 6ന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി 4. അങ്ങനെ റാങ്ക് ഡിഫറൻസ് കണ്ടു. ഡി R1 - R2. അവിടെ ചിലർക്കുള്ള സംശയക്കരം മൈനസ് ഇടണോ? ഇനി നിങ്ങൾ മൈനസ് ഇട്ട് എഴുതിയിട്ട് അവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെ റാങ്ക് ഡിഫറൻസ് ആണ്. ഇനി മൈനസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ കാണുമ്പോൾ ആ മൈനസ് എന്ത് ചെയ്യും? അവിടെ നിന്ന് പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മൈനസ് ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് അവിടെ കണ്ടാൽ മതി. ദെൻ D². 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. ദെൻ എഗെയിൻ 1 അപ്പോൾ ഓരോ 1ൻ്റെയും 1. ദെൻ 5ൻ്റെ സ്ക്വയർ 25. 5ൻ്റെ സ്ക്വയർ 25. 1 1 1 1 0 0 4 16. അങ്ങനെ ടോട്ടൽ സിഗ്മ D² 72 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇക്വേഷനിൽ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കണം അല്ലേ? 1 - 6 സിഗ്മ D². D² എത്രയാണ്? 72 ഡിവൈഡ് ബൈ n³ - n. അത് നോർമൽ ഇക്വേഷനാണ്. ദെൻ അതിൻ്റെ കൂടെ റിപ്പീറ്റഡ് റാങ്ക് വന്നത് കൊണ്ട് അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 1/12. ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കാം. 75 അല്ലേ? 2 വട്ടമുണ്ട്. 75 ഒരു സംഖ്യ 75 റിപ്പീറ്റ് ചെയ്തത്. അത് 2 വട്ടമുണ്ട്. അവിടെ m എത്രയാണ്? 2. അപ്പോൾ അവിടെ 2³ - 2 എന്നിടുക അല്ലേ? m എത്രയാണ്? 2. അപ്പോൾ
ക്യൂബ് -2 എന്ന് കിട്ടും. പ്ലസ് അഗെയിൻ 1/12 ചെയ്താൽ ഇനി അടുത്തത് 64 റിപ്പീറ്റ്. 64 എത്ര വട്ടാണ്? 3 വട്ടാണ്. 64 3 വട്ടാണ്. അപ്പോൾ എം എത്രയാണ്? 3. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 3 ക്യൂബ് -3 കിട്ടും. ഓക്കെ അല്ല, 3 ക്യൂബ് -3 വീണ്ടും എന്തുണ്ട്? റിപ്പീറ്റ് ഉണ്ട്. പ്ലസ് പിന്നീട് റിപ്പീറ്റ് വൈയിലാണ്. വൈയിൽ ഏതാ റിപ്പീറ്റ് ഉള്ളത്? 68 2 വട്ടാണ്. അപ്പോൾ എം എത്രയാണ്? 2 2 ക്യൂബ് -2 എന്നിങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഇതിങ്ങനെ കറക്റ്റ് സോൾവ് ചെയ്യാം. കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കാൽക്കുലേറ്റർ ഒക്കെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് സോൾവ് ചെയ്ത് നോക്കാം. അത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആൻസർ കിട്ടും. അതിന് റാങ്ക് കോറിലേഷൻ എത്ര കിട്ടും? 0.5455 എന്നുള്ള ആൻസർ ലഭിക്കും. നിങ്ങൾ ഇത് കൃത്യമായിട്ട് സോൾവ് ചെയ്തിട്ട് പഠിക്കുക. എന്നിട്ട് സംഖ്യകൾ മാറ്റിങ്ങാണ്ട് 1-2 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ് റാങ്ക് കോറിലേഷൻ. ഫസ്റ്റ് പോയിന്റ്, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കാൽക്കുലേറ്റ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു കോറിലേഷൻ്റെ മെത്തേഡാണിത്, റാങ്ക് കോറിലേഷൻ. സെക്കൻഡ് പോയിന്റ് ആണ് സ്യൂട്ടബിൾ ഫോർ റാങ്ക് ഓർ ഓർഡിനൽ ഡാറ്റ. റാങ്കുകൾ നൽകാനും അല്ലെങ്കിൽ ഓർഡിനൽ ഡാറ്റ, ഓർഡിനൽ എന്ന് പറഞ്ഞാൽ തന്നെ റാങ്കുകൾ നൽകുക എന്നുള്ള അർത്ഥമാണ്. റാങ്കുകൾ കൃത്യമായിട്ട് നൽകാൻ കഴിയും. ദെൻ തേർഡ് പോയിന്റ് ആണ് ലെസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. ഈ റാങ്ക് കോറിലേഷനിൽ എക്സ്ട്രീം വാല്യൂസിൻ്റെ ബാധ്യത വളരെ കുറവായിരിക്കും. ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്മാൾ സാമ്പിൾ. ചെറിയ സാമ്പിൾ ആണെങ്കിൽ പോലും എന്ത് ഉപയോഗിക്കാം? റാങ്ക് കോറിലേഷൻ ഉപയോഗിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് വർക്ക്സ് ഈവൻ ആക്ച്വൽ വാല്യൂസ് ആർ നോട്ട് നോൺ. നമുക്ക് റാങ്ക് കോറിലേഷന് ആക്ച്വൽ വാല്യൂസ് തന്നിട്ടില്ലെങ്കിൽ പോലും റാങ്ക് കോറിലേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് യൂസ്ഫുൾ ഫോർ നോൺ ലീനിയർ ഓർ മോണോട്ടോണിക് റിലേഷൻഷിപ്പ്. അതായത് നോൺ ലീനിയർ ആണെങ്കിൽ പോലും, നമ്മൾ പറഞ്ഞിരുന്നു കാൽക്കുലേഷനൊക്കെ ലീനിയർ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ എന്തും കൂടി പറ്റും, നോൺ ലീനിയർ ആണെങ്കിൽ പോലും റാങ്ക് കോറിലേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് റാങ്ക് കോറിലേഷൻ. ഫസ്റ്റ് പോയിന്റ്, ലെസ് അക്യുറേറ്റ് ദാൻ കാൽക്കുലേഷൻ മെത്തേഡ്. കാൽക്കുലേഷൻ കോഎഫിഷ്യൻ്റ് കോറിലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റാങ്ക് കോറിലേഷൻ എന്താണ്? ലെസ് അക്യുറേറ്റ് ആണ്. സെക്കൻഡ് പോയിന്റ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഡാറ്റ സെറ്റ് വിത്ത് മെനി ടൈപ്സ്. അല്ലേ, ഒരുപാട് ഡാറ്റകൾ, അതായത് റിപ്പീറ്റഡ് ഒരുപാടുണ്ടെങ്കിൽ, ഇപ്പോൾ 5-ൽ കൂടുതൽ റിപ്പീറ്റ് ഉണ്ടെങ്കിൽ റാങ്ക് കോറിലേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് യൂസസ് റാങ്ക് സോ ആക്ച്വൽ വാല്യൂസ് ആർ ഇഗ്നോർഡ്. നമ്മൾ റാങ്ക് നൽകുമ്പോൾ ആക്ച്വൽ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്ത് മാത്രമേ പരിഗണിക്കുള്ളൂ? ആ റാങ്ക് മാത്രമേ പരിഗണിക്കുള്ളൂ. ആ ആക്ച്വൽ വാല്യൂവിനെ ഇഗ്നോർ ചെയ്യുന്നു എന്നതും റാങ്ക് കോറിലേഷൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡിഫിക്കൽട്ട് വെൻ ദർ ആർ മെനി ടൈഡ് റാങ്ക്. ഒരുപാട് ടൈഡ് റിപ്പീറ്റഡ് റാങ്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് നമുക്ക് ബുദ്ധിമുട്ടാണ്, പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ലിമിറ്റഡ് യൂസ് ഫോർ ഡീറ്റെയിൽഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഒരു ഡീറ്റെയിൽഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒന്നാണ് റാങ്ക് കോറിലേഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് റാങ്ക് കോറിലേഷൻ, സ്പിയർമാൻ അത് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു. അതിൻ്റെ റാങ്ക് കോറിലേഷൻ്റെ ഇക്വേഷൻ പറഞ്ഞു. എന്തായിരുന്നു ഇക്വേഷൻ? 1 - 6 സിഗ്മ d² / n³ - n. ഈ n³ - n വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? n × n² - 1 ഉപയോഗിക്കാം. പിന്നീട് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്തു. ദെൻ റിപ്പീറ്റഡ് റാങ്ക് പറഞ്ഞു, അവിടെയുള്ള ഇക്വേഷൻ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്തു. അപ്പോൾ 3 രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ റാങ്ക് കോറിലേഷനുമായി ബന്ധപ്പെട്ട് വരാറുള്ളത്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യും? റാങ്കുകൾ നൽകും. റാങ്ക് നൽകിക്കഴിഞ്ഞാൽ നമ്മൾ R1, R2, R3 ഒക്കെ ഉണ്ടെങ്കിൽ ആ റാങ്ക് എന്ത് ചെയ്യുക? അതിൻ്റെ ഡിഫറൻസ് കാണുക. ദെൻ d² കാണുക, ഇക്വേഷൻ അപ്പ് ചെയ്യുക. ദെൻ നമുക്ക് സംഖ്യകൾ നൽകും. ചിലപ്പോൾ കുട്ടികളുടെ മാർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാറ്റാസൊക്കെ, അതിന് റാങ്കുകൾ നൽകുക. റാങ്കുകൾ നൽകിയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ റിപ്പീറ്റഡ് ഒന്നും വരില്ല. അങ്ങനെ പ്രോബ്ലം പറഞ്ഞു. പിന്നീട് ഇതിൽ റാങ്കിൽ റിപ്പീറ്റഡ് വന്നിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ 3 രീതിയിലാണ് ഒന്ന് റാങ്ക് നൽകിയിട്ട്, ഒന്ന് റിപ്പീറ്റഡ് റാങ്ക് വരാത്ത ചോദ്യം
മൂന്നാമത്തെ റിപ്പീറ്റഡ് റാങ്ക് വന്നിട്ടുള്ള ചോദ്യം. ഇതിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് കൂടുതലും വരാറുള്ളത് റിപ്പീറ്റഡ് റാങ്ക് വരുന്ന ചോദ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.